അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇരവികുളം നാഷണൽ പാർക്ക് ആക്ച്വലി നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ്. അതുകൊണ്ട് സ്പ്രിംഗ് വാട്ടർ ആണ്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുകളിൽ വരെ എത്തി. ഇതിന് മുകളിലേക്ക് പോകാൻ പാടില്ല, അപ്പം ലിമിറ്റ് ഈസ് ഹിയർ. ഇവിടെ ബോർഡുണ്ട്, അപ്പം നിങ്ങൾക്ക് ഇവിടെ വരെ വരാം. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ എവിടെയാണ്? ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഞങ്ങളിപ്പോൾ മൂന്നാർ മൊത്തം എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പം ഞങ്ങളിപ്പോൾ മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി എറണാകുളത്ത് ഒരു 7 കൊല്ലം ഉണ്ടായിരുന്നു, ബട്ട് ഇതുവരെ എനിക്ക് ഇരവികുളം നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ആ സുദിനം ഇന്നാണ് ഗൈസ്. അപ്പം ഞങ്ങൾ എത്തി ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ വരുന്ന വഴി, ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഇവിടം വരെ വരുന്ന വഴി ആക്ച്വലി കിടുവായിരുന്നു. ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഇരവികുളം നാഷണൽ പാർക്ക് വരെയുള്ള വഴിയുടെ ബ്യൂട്ടി കണ്ടിട്ട് വാ, എന്നിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. ഞങ്ങളപ്പോൾ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ്. ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഇരവികുളം നാഷണൽ പാർക്കിൽ പോകാനുള്ള വഴി അടിപൊളിയാണ് ഗൈസ്. ഞാൻ ആക്ച്വലി ഇത്രയും ടീ പ്ലാന്റേഷൻ, ഇത്രയും ഗ്രീനറി എത്ര നാൾക്ക് ശേഷം കാണുന്നത്. ആക്ച്വലി വണ്ടർഫുൾ ആണ്. അപ്പം രാവിലെ കുറച്ച് സണ്ണി ആയിരുന്നു, ഓക്കെ, കുറച്ച് ചൂടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇന്നത്തെ ദിവസം പോയി മൊത്തം ചൂടിൽ പോകുന്നു മൂന്നാർ വന്നിട്ട്. പക്ഷേ ആഫ്റ്റർനൂൺ ആയപ്പോഴത്തേക്കും കുറച്ച് ഡ്രിസ്ലിംഗ് വന്നു. അതിനുശേഷം മൊത്തം ഫോഗിയായി. പുറത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് മൊത്തം മൗണ്ടന്റെ മുകളിൽ മൊത്തം ഫോഗ് വരികയാണ്. എന്തൊക്കെ കാഴ്ചയല്ലേ! നമ്മുടെ മലയാളികളുടെ അഭിമാനം തന്നെയാണ് മൂന്നാർ. ആക്ച്വലി എന്തു പറഞ്ഞാലും ഞങ്ങൾ ഇന്നലെ വന്നത് ആക്ച്വലി മസനഗുഡി ഊട്ടി വഴിയാണ് മൂന്നാർ വന്നത്. അതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് കണ്ടു നോക്ക്. അപ്പം ഊട്ടിയെക്കാളും ബെസ്റ്റ് ക്ലൈമറ്റ് ഇപ്പൊ മൂന്നാറിലാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാർ മെയിൻ ടൗണിലെത്തി. ഞാൻ ഇതിനു മുമ്പ് മൂന്നാർ വന്നിട്ടുണ്ട്, ഓക്കെ. ഞാൻ ആക്ച്വലി പണ്ട് ബൈക്കിലല്ല, നോർമലി കാർ ഹയർ ചെയ്ത്. പക്ഷെ സ്വന്തമായിട്ട് കാർ ഓട്ടിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് ഡിഫറെന്റ് തന്നെയാണ് എന്ത് പറഞ്ഞാലും. അപ്പം ഞങ്ങൾ ഒരു നൊങ്ക് കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇരവികുളം നാഷണൽ പാർക്ക് എത്താനായിട്ട് ഇനി ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അതിനു മുമ്പ് അഞ്ജലി ഇത് കണ്ടു, നിർത്താൻ പറഞ്ഞു, നിർത്തി. अंग्रेजी वाली पता नहीं है मुझे, ओके. अभी ये पार्सल करा लिए. कितना? 60 रुपीज का एक फ्रूट. 120 रुपीज हो गया दोनों. एक फ्रूट में 3 ऐसा पीस निकलता है. सो 120 रुपीज टोटल. അങ്ങനെ ഞങ്ങൾ എത്തി ഇരവികുളം നാഷണൽ പാർക്ക്. ഈ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളത് കിടുവാണ് ഗൈസ്. ആക്ച്വലി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സേഫ് ആയിട്ടൊരു സ്ഥലമുള്ളത്. പാർക്കിംഗ് ടിക്കറ്റിംഗ് സെന്ററാണ്. ये वाटर बॉल्स का ऊपर का स्किन है ना, वो निकालने के बाद ऐसा दिखता है. उसके बाद उसको आप ऐसे खा सकते हैं. Then you look like this. അപ്പം ഞങ്ങൾ എത്തി ഗൈസ്. പിറകിൽ കാണാം കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോവാണ് ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമുക്ക് പാർക്കിങ്ങിൻ്റെയും നാഷണൽ പാർക്കിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റും ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഇരവികുളം VR എക്സ്പീരിയൻസ് സെൻ്ററും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതും ട്രൈ ചെയ്യാം. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഓൾറെഡി. അപ്പം ടിക്കറ്റ് എടുക്കാൻ ഇവിടെ സൂപ്പറാണ്, ഓക്കെ. ഇവിടെ ഡിജിറ്റൽ ആണെല്ലാം. ഒരു QR കോഡ് വെച്ചിട്ടുള്ളത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഹായ് അയച്ചാൽ ഡീറ്റെയിൽസ് മൊത്തം പേയ്മെൻറ്റ് ചെയ്യാനുള്ള കിട്ടും. ഇല്ലെങ്കിൽ ഒരു ഡെക്ക് വെച്ചിട്ടുണ്ട്, അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ആ ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ അയാൾ ബുക്ക് ചെയ്ത് തരും. പേയ്മെന്റ് ഗൂഗിൾ പേ വഴി ചെയ്യാം. അപ്പൊ ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്ത് ബസ് കയറാനായിട്ട് പോവാണ്. ആക്ച്വലി കുറച്ച് ദൂരം വരെ ബസ്സിൽ പോവാം. അത് കഴിഞ്ഞ് മുകളിലേക്ക് നമ്മൾ നടന്നു പോകണം. അപ്പൊ നമുക്ക് ആദ്യം ബസ് കയറാം. बस में बैठी में लेफ्ट साइड बैठी, क्योंकि लेफ्ट साइड व्यू अच्छा रहता है, ऐसा मैंने सुना है. അപ്പൊ ഞങ്ങളുടെ ബസ് തിരിച്ചു ബസ്സിൽ പൊക്കോണ്ടിരിക്കുകയാണ്.
അപ്പം ഞങ്ങൾ വന്ന ബസ് ഇതാ ഇവിടെ പാർക്ക് ചെയ്തു. അതിനടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു മ്യൂസിയം പോലെ ഉണ്ട്, സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഇവിടെ ഒരു സൊവിനിയർ ഷോപ്പ് പോലൊരു ഷോപ്പും ഉണ്ട്, കാർ ഷോപ്പ്. അപ്പം നമുക്ക് സ്റ്റോറി ഓഫ് ദ പാർക്ക് കാണാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇരവികുളം നാഷണൽ പാർക്ക് ആക്ച്വലി നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ്. ഇത് 97 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ പാർക്ക് ഉള്ളത്. അപ്പോൾ ഈ പാർക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഇത് കണ്ണൻദേവൻ എസ്റ്റേറ്റിന്റെ പാർട്ടായിരുന്നു. ആക്ച്വലി ഇവിടെ ടീ പ്ലാന്റേഷൻ ആയിരുന്നു, അതുമല്ല ഒരു ഹണ്ടിങ് ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷേ ഈ നീലഗിരി താർന്ന് വരുന്ന സ്പീഷ്യസ് എൻഡേഞ്ചർഡ് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കേരള ഗവൺമെന്റ് ചേർന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ഒരു പാർക്കാണ്, നാഷണൽ പാർക്കാണ് ഇത്. नीलगिरी तार का पॉपुलेशन मोर देन हाफ ऑफ द वर्ल्ड्स पॉपुलेशन ऑफ नीलगिरी तार यहाँ इस लैंड पे आपको मिल जाएगा, ऐसा मेंशन किया है यहाँ पे. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? ഇവിടെ ഇരവികുളം നാഷണൽ പാർക്കിനകത്തുണ്ടായിരുന്ന ട്രൈബൽസ് ആണ്, അവർ പിടിച്ചൊരു ഫിഷാണിത്. അപ്പോൾ ഇവരും ഇവിടുത്തെ താറിനെ ഹണ്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്തു വലുതല്ലേ! അപ്പം നമ്മൾ മലയാളികൾക്ക് അറിയായിരിക്കും, ഇരവികുളം നാഷണൽ പാർക്കിന്റെ വേറൊരു അട്രാക്ഷനാണ് ഇത് നീലക്കുറിഞ്ഞി. അപ്പം എല്ലാ 12 കൊല്ലം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കും ആ റിലേറ്റഡ് മൗണ്ടെയ്ൻസും ഇതുപോലെ എന്താ പറയുക കളറിലായിരിക്കും, ഫ്രം ഗ്രീൻ കളർ. अगर आप कोई प्लास्टिक लेकर के आ रहे हैं या फिर कोई खाने का सामान लेकर के आ रहे हैं तो आपको यहाँ पे डिपॉजिट करना पड़ेगा. देन वापस जाते वक्त आप लेके वापस जा सकते हैं. അപ്പോൾ നിങ്ങൾ പാർക്കിനകത്ത് വരുമ്പോഴത്തേക്കും ഈ റൂൾസ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ പാർക്ക് കറങ്ങാനായിട്ട് ബഗ്ഗി ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ബഗ്ഗിയും ബുക്ക് ചെയ്ത് പോകാം. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ ഫെസിലിറ്റി. സേ നോ ടു പ്ലാസ്റ്റിക്. അഞ്ജലി നീലഗിരി താറിനെ തേടിയുള്ള യാത്രയിലാണ് ഗൈസ്. കാഴ്ച ഗൈസ്, മൗണ്ടെയിൻസ്, അതിൻ്റെ മുകളിൽ മൊത്തം ക്ലൗഡ്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് പറഞ്ഞു, ഉള്ളത് പറയാമല്ലോ. ഞാൻ ഈ നേര്യമംഗലത്ത് മൂന്നാറിന് അടുത്തുള്ള സ്ഥലമാണ്, ഒരു 60 കിലോമീറ്ററേ ഉള്ളൂ. അവിടെയാണ് ഞാൻ പഠിച്ചത്. എന്നിട്ടും ഞാൻ ഇരവികുളം നാഷണൽ പാർക്കിനകത്ത് ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഇപ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വന്നത്. എന്ത് കിടു കാഴ്ചയല്ലേ! ഓ മൈ ഗോഡ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് കയറി തുടങ്ങിയത്. കയറി ഇതുവഴി കയറി ഇവിടെ എത്തി. ഇനിയുണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇത്ര അടിപൊളി സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുടിക്കാനുള്ള ഓപ്ഷനുണ്ട്. സ്പ്രിംഗ് വാട്ടറാണ്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതെല്ലാം കണ്ണൻദേവൻ ഹിൽസിന്റെ പാട്ടാണ്. നെയ്മക്കാട് എസ്റ്റേറ്റ്, രാജമലൈ ഡിവിഷൻ. അപ്പോൾ ഇതുവരെയാണ് ലിമിറ്റ്. ഇതിന് ശേഷം നടന്നു പോകാൻ പറ്റില്ല. ഞങ്ങൾ മുകളിൽ വരെ കയറി എത്തി. नीलगिरी तार देखने का अपॉर्चुनिटी नहीं मिला, फोटो में ही देख करके संतुष्टि कर लेंगे. आपको भी उसका फोटो दिखा देंगे. അപ്പോൾ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിന്റെ മുകളിൽ വരെ എത്തി. ഇതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പം ലിമിറ്റ് ഈസ് ഹിയർ, ഇവിടെ ബോർഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരെ വരാം. ഇതിന് മുകളിൽ പോകാൻ പറ്റില്ല. അതെന്താ അങ്ങോട്ട് മുകളിൽ എന്താ ഉള്ളത്? പ്രൈവറ്റ് ഏരിയ, ടാറ്റയുടെ സ്ഥലമാണ്. ഓക്കെ ഓക്കെ. ടീ പ്ലാന്റേഷൻ ആണ്. ഓ, ഇതുവരെ ഫോറസ്റ്റ്, അതിന് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. हमारे गांव का है टाटा जमशेदपुर. മുകളിൽ ടീ പ്ലാന്റേഷൻ ആണോ? ടീ പ്ലാന്റേഷൻ
അപ്പോൾ ഇന്ന് നീലഗിരി താറിനെ കാണാൻ പറ്റില്ല. പക്ഷെ ഇതാണ് ആള്, ഇതാണ് നീലഗിരി താർ. അതിന്റെ ഡീറ്റെയിൽസും കൂടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലൊരു സ്ഥലവുമുണ്ട്. ഇവിടെ വരാൻ മറക്കരുത്. പാലം വഴി ഇങ്ങനെ കയറിപ്പോവാം. അഞ്ജലി ഒത്തിരി ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. എന്ത് കിട്ടും വ്യൂ അല്ലേ, നോക്ക് നിങ്ങൾ. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് വരാത്തവർ വീട്ടിൽ നിന്ന് എണീക്കുക, എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാഷണൽ പാർക്കിലേക്ക് പോര്. അടിപൊളിയാണ്. ഈ വഴി അടിപൊളിയാണല്ലേ. ഏതോ ഒരു ജംഗലിന്റെ അകത്തൂടെ ഇതുപോലെ നടക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട് ജുറാസിക് പാർക്കിന്റെ. അടിപൊളി. ഞാൻ വീണ്ടും പറയാണ് ഗൈസ്, ഞാൻ ആക്ച്വലി കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇരവികുളം നാഷണൽ പാർക്ക് വന്നിട്ടില്ലെങ്കിൽ ഒട്ടും വൈകരുത്, പോര്. അടിപൊളിയാണ്. ഞങ്ങൾക്ക് നീലഗിരി താറിനെ ഇന്ന് കാണാൻ പറ്റിയില്ല, ബാഡ് ലക്ക്. ബട്ട് ഒരിക്കൽ കൂടെ വരണമെന്ന് ഉറപ്പിച്ചു ഞങ്ങൾ നീലഗിരി താറിനെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരിക. വരുമ്പോൾ കുറച്ച് സണ്ണി ഡേയിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് നീലഗിരി താറിനെ കാണാൻ പറ്റും. മഴ പെയ്യാൻ പോവുകയാണെങ്കിൽ, മഴക്കോളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മഴക്കോളുണ്ടെങ്കിൽ എന്താവും, നീലഗിരി താർ ആക്ച്വലി മൗണ്ടന്റെ മുകളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം വരുമ്പം സണ്ണി ഡേ നോക്കി വരിക. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഫി ഷോപ്പും ഉണ്ട്. ഇവിടെയും ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ബസ്സിൽ ഇതേ അഞ്ജലി കയറുന്നു. अंजलि मूनार अभी और एक्सप्लोर करना बाकी है, लेकिन अभी तक जितना देखा है बहुत ही सुंदर है. Erviculam National Park is one of the most beautiful place I have visited. അപ്പോൾ ഞങ്ങള് മൊത്തം എർവികുളം നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് താഴെ എത്തി. ഇവിടെ ഒരു എന്താ പറയുക സൊവിനിയർ ഏരിയ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്താ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് VR എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റും. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മൊത്തം മൗണ്ടൻ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. VR എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. പക്ഷേ മൗണ്ടൻ്റെ മുകളിൽ നടക്കാൻ പോകാൻ പറ്റുന്നവരെല്ലാവരും മൗണ്ടൻ്റെ മുകളിലേക്ക് തന്നെ പോവുക. ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും, റിയാലിറ്റി ആയിരിക്കും. സ്കൂളിൽ നിന്ന് എപ്പോൾ എക്സ്കർഷൻ പറഞ്ഞാലും ഊട്ടി മൂന്നാറായിരിക്കും ഗൈസ്. ഇവിടെ ഒരു ഗ്യാങ് വന്നിട്ടുണ്ട് മൂന്നാറിലേക്ക്. ബസ്സിൽ മൊത്തം അടിപൊളിയായിരുന്നു പിള്ളേര്. ഇവിടെ പോയാലും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞങ്ങളായിരിക്കും ഗൈസ്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്നും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞങ്ങളാണ്. വണ്ടി അവിടെ ഒറ്റയ്ക്ക് പാർക്കിലിരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ നടന്നു പോവാണ് പാർക്കിങ്ങിലേക്ക്. അപ്പോൾ നിങ്ങൾ കന്യാകുമാരി, മധുരൈ ആ വീഡിയോ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാ ടെമ്പിളിൽ നിന്നും എല്ലാ ഇമ്പോർട്ടൻറ്റ് പ്ലേസിൽ നിന്നും അവസാനം ഇറങ്ങുന്ന വ്യക്തികൾ ഞങ്ങളായിരിക്കും. ബട്ട് അവസാനം ഇറങ്ങി കഴിഞ്ഞാൽ ആക്ച്വലി നല്ലതാണ്. നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ എനർജി അല്ലെങ്കിൽ വൈബ് പ്രോപ്പറായിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റും. ഫീൽ ദ സോൾ. ഇരവികുളം നാഷണൽ പാർക്ക് എല്ലാം കറങ്ങി ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി ഗൈസ്. അടിപൊളി ദിവസമായിരുന്നു ഇരവികുളം നാഷണൽ പാർക്ക്. ഞാൻ വീണ്ടും പറയുകയാണ്, വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ ആക്ച്വലി വരാൻ വൈകി, പക്ഷെ നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് വരിക, വരാൻ വൈകരുത്. അപ്പോൾ വേറെ ഒരു വിശേഷവും ഇല്ല ഗൈസ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ മാക്സിമം ശ്രമിച്ചു ഈ വീഡിയോയിൽ എല്ലാ വിഷ്വൽസും കണ്ടന്റ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. നീലഗിരി താറിനെ കിട്ടിയില്ല, പക്ഷെ അടുത്ത തവണ നമുക്ക് പിടിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അഞ്ജലി പുറകിലുണ്ട്, ക്യാമറാമാനാണ്. ബൈ.